ന്യൂസ് 16 കേരള. സാഹിത്യ സാംസ്കാരിക പ്രവർത്തനങ്ങൾ സജീവമാക്കണം. ജോസഫ് അതിരുങ്കൽ. ഗൾഫിലെ മറ്റ് രാജ്യങ്ങളിലെ സാഹിത്യവും സാംസ്കാരികവുമായി ബന്ധപ്പെട്ട ചർച്ചകളും പ്രദർശനങ്ങളും പ്രവർത്തനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ റിയാദിൽ ഇത്തരം കാര്യങ്ങൾ കുറവാണെന്നും ഇവിടെയും സാഹിത്യ സാംസ്കാരിക പ്രവർത്തനങ്ങൾ സജീവമാക്കണമെന്നും പ്രമുഖ പ്രവാസ സാഹിത്യകാരൻ ജോസഫ് അതിരുങ്കൽ സൗദി അറേബ്യയിലെ റിയാദ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പാൻ ഇന്ത്യ ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച വായനാവാരം പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബദ്ഹയിലെ ഡി പാലസ് ഹോട്ടലിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ പാൻ ഇന്ത്യ ഫോറം ചെയർമാൻ വി.കെ. റഫീഖ് ഹസൻ അധ്യക്ഷത വഹിച്ചു. ജീവകാരുണ്യ പ്രവർത്തകൻ ഷിഹാബ് കോട്ടുകാട് മുഖ്യപ്രഭാഷണവും മാധ്യമപ്രവർത്തകൻ ജയൻ കൊടുങ്ങല്ലൂർ ആമുഖ പ്രഭാഷണവും നടത്തി. റിയാദ് NRK ഫോറം മുൻ ചെയർമാനും മാധ്യമപ്രവർത്തകനുമായ അയൂബ് ഖാൻ സ്വാഗതവും മാധ്യമപ്രവർത്തകനായ ഇസ്മയിൽ പയ്യോളി നന്ദിയും പറഞ്ഞു. KMCC റിയാദ് സെൻട്രൽ കമ്മിറ്റി പ്രസിഡന്റ് CP മുസ്തഫ, OICC റിയാദ് സെൻട്രൽ കമ്മിറ്റി പ്രസിഡന്റ് സലീം കളക്കര, ദിശ സൗദി സെൻട്രൽ കമ്മിറ്റി പ്രസിഡന്റ് കനകലാൽ, സാമൂഹ്യ പ്രവർത്തകരും മോട്ടിവേറ്ററുമായ ഇബ്രാഹിം സുബ്ഹാൻ എന്നിവർ പ്രസംഗിച്ചു. വിവിധ സംഘടനാ നേതാക്കളായ അബ്ദുള്ള വല്ലാഞ്ചിറ, യഹിയ കൊടുങ്ങല്ലൂർ, രഘുനാഥ് പറശ്ശിനിക്കടവ്, സജീർ പൂന്തുറ, മുജീബ് ഉപ്പട, നൂറുദ്ദീൻ കൊടുങ്ങല്ലൂർ, ഗഫൂർ കൊയിലാണ്ടി, സലീം ആർത്തിയിൽ, ബാലുക്കുട്ടൻ, അഷ്റഫ് കായംകുളം, റാഫി പാങ്ങോട്, റാഷിദ് ദയ, അൻസർ വർക്കല, മുസ്തഫ പാലക്കാട്, റിയാസ് ചിങ്ങത്ത്, റഫീഖ് പാലക്കാട്, അഹമ്മദ് ഷബീർ, സജീർ ഖാൻ ചിതറ, മജീദ് ചെമ്മാട്, ഷിഹാബ് തൊണ്ടിയിൽ, ഷെരീഖ് തൈക്കണ്ടി തുടങ്ങിയവർ പങ്കെടുത്തു. ഞാൻ അധികം നീട്ടിപ്പരത്തി ഒന്നും പോകുന്നില്ല. കാരണം ഇവിടെ അതിനെക്കുറിച്ച് വായനയെക്കുറിച്ച് കൃത്യമായി സംസാരിക്കാനുള്ള ആധികാരികമായിട്ട് സംസാരിക്കാനുള്ള ആളുകൾ കഥകൾ നമ്മൾ വായിക്കുമ്പോൾ മൃഗങ്ങളുടെ പക്ഷികളുടെ സംഭാഷണം വരെ നമ്മൾ ഈ വായനയിലൂടെ നമ്മൾ മനസ്സിലാക്കാം. ചെയർമാൻ കൂടിയായ ശ്രീ റഫീഖ് ഹസനെ ഞാൻ ആദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ ബഹുമാന്യനായ ശ്രീ ജോസഫ് അതിരുങ്കൽ, അദ്ദേഹം എനിക്ക് ദീർഘകാല ബന്ധമാണ്. ഇവിടെ വന്ന് ആദ്യമായിട്ട് നിങ്ങൾ എല്ലാവരെയും ഞാൻ ആദ്യമായിട്ട് എൻ്റെ ചെയർമാൻ എന്ന വ്യക്തിത്വം സ്വാഗതം ചെയ്യുന്നു. ഇത്തരത്തിലുള്ള പരിപാടികൾ വളരെ അപൂർവമായിട്ട് നടക്കാറുണ്ട്. അത് ഞാൻ പലപ്പോഴും നോക്കിക്കണ്ടിട്ടുള്ള ഒരു കാര്യമാണ്. GCCയിലെ ദുബായിലോ മറ്റുമൊക്കെ നടക്കുന്നു. റിയാദിൽ പോകുന്നത് വളരെയധികം നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. എഴുത്ത് നല്ല രാഷ്ട്രീയം കൂടിയാണ്. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ദിരാഗാന്ധി പിൻവലിച്ചപ്പോൾ ആദ്യം ഒരു സൈമ ലൈബ്രറി ക്ലബ് ഉണ്ട്. അതിൽ നിന്ന് വിപുലീകരിച്ച് സ്വന്തം കെട്ടിടത്തിലൊക്കെ ആയി അവിടെ കൊണ്ടുപോകും. കാരണം അവിടെ മൊബൈലിൽ നോക്കുന്നതിനോട് വീട്ടില് ഒന്നുമില്ലല്ലോ. മുഖമാണ് ഇപ്പോഴും ആ ഒരു പ്രസരിപ്പ് ഇപ്പോഴും ഉണ്ട്. നമ്മുടെ കയ്യിലുള്ള ആ ചിരിയുള്ളത് കാണിപ്പോ ചിരിയില്ല. പ്രായക്കാരനാണ് അദ്ദേഹവും. ക്യാമറമാൻ ബനൂജ് പൂക്കോട്ടുംപാടത്തിനൊപ്പം റിപ്പോർട്ട് മജീദ് KP, ന്യൂസ് 16 റിയാദ്. പക്ഷമില്ല, വിവേചനമില്ല. നേരിനൊപ്പം, നാടിനൊപ്പം, നാട്ടുകാർക്കൊപ്പം. ന്യൂസ് 16 കേരള ചാനൽ.